സത്യത്തില് എല്ലാവരും തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വലിയ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ ഞാനിപ്പോ കുറെ സ്റ്റോറീസ് അങ്ങനെ കേട്ടു. അതുകൊണ്ട് നമുക്കൊരു പ്രയാസം പോലെ തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ, അതായത് ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ കാര്യത്തിൽ ഒരു സമരവുമായിട്ട് മുന്നോട്ട് വരുന്നില്ല. ഈ ഭയങ്കര പ്രശ്നമാണ് ഈ മൂത്രത്തിൽ കല്ലും മൂത്രത്തിൽ പഴുപ്പും അങ്ങനെ കുറെ പ്രശ്നങ്ങളുമായിട്ട് നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട്. അമിതമായിട്ട് വെള്ളം കുടിക്കാൻ ഭയപ്പെടുന്ന സ്ത്രീകളുണ്ട്. വെള്ളം കുടിക്കാൻ പേടി. കാരണം വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കണമല്ലോ. പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാവും, പുറത്ത് പല രീതിയിൽ പർച്ചേസിങ്ങിന് പോകുന്ന ആളുകളുണ്ടാവും. അവർക്കൊന്നും മൂത്രമൊഴിക്കാനുള്ള സംവിധാനം പുറത്തില്ല എന്നുള്ളതാണ്. കോമൺ ആയിട്ടുള്ള ബാത്റൂം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, അവിടെ പോയിട്ട് ഒഴിക്കുക എന്നുള്ളതാണ്. അവിടെ സ്ത്രീകൾക്ക് കയറാന്നുള്ളത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബാത്റൂം എല്ലാ സ്ഥലങ്ങളിലും വേണം എന്നുള്ളതാണ്. ഈ പമ്പിൽ മാത്രമല്ല, നമ്മൾ 3 കിലോമീറ്ററിനുള്ളിൽ 3 കിലോമീറ്റർ ഗ്യാപ്പിൽ ശരിക്കും പൊതു ബാത്റൂമായിട്ട്, അതായത് സ്ത്രീകൾക്ക് കയറാൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ബാത്റൂമിന്റെ സംവിധാനം ശരിക്കും സർക്കാർ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തുകൾ അവരുടെ മുമ്പിൽ നിന്നിട്ട് അത് ചെയ്യണം എന്നുള്ളതാണ്. പല ബുദ്ധിമുട്ടുകളാണ് എന്ത് ചെയ്യുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെള്ളം കുടിക്കാതെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ പകുതി അസുഖങ്ങൾ വെള്ളം നന്നായിട്ട് കുടിച്ചാൽ തന്നെ പോകും. പക്ഷെ വെള്ളം കുടിക്കാൻ പേടിയാണ് സ്ത്രീകൾക്ക്. ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രമൊഴിക്കണമല്ലോ. അത് പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പുരുഷന്മാരെ പോലെ കല്ലിൻ്റെ അവിടെ അല്ലെങ്കിൽ മതിലിൻ്റെ അവിടെ വണ്ടിൻ്റെ പുറകിലൊക്കെ ഒരുപാട് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളറിയാലോ, ബസ് സ്റ്റോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ഭാഗത്താണ് ആളുകൾ മൂത്രമൊഴിക്കുന്നതും മൂത്രത്തിൻ്റെ സ്മെല്ല് വരുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോയിട്ട് ഒഴിക്കാൻ കഴിയില്ല. അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, ശരിക്കും ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും സർക്കാരാണ് ഇതിന് മുമ്പിൽ നിന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത്. കാരണം സ്ത്രീപക്ഷം എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ചാടി കളിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചില ആളുകൾ പറയുന്നത് ഈക്വാലിറ്റിക്ക് വേണ്ടി. അതൊന്നുമല്ല പ്രശ്നം. നമ്മൾ അടിത്തട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ. സത്യത്തിൽ ഇതൊക്കെ മനുഷ്യന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ടോയ്ലറ്റ് പഴയ കാലഘട്ടം ഒന്നുമല്ല പല ഭാഗത്തും പോയിട്ട് ഒഴിക്കാൻ. കാലഘട്ടം മാറി. ഇപ്പോൾ ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ സ്ത്രീകൾ പൊതുവെ പോണത് തന്നെ സേഫ് അല്ല. അപ്പോൾ ഈ മൂത്രമൊഴിക്കാനൊക്കെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അത്രയും അപകടം പിടിച്ചിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് നമുക്ക് സേഫായിട്ടൊരു ബാത്റൂം നിർബന്ധമായിട്ടും സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇത് സർക്കാർ ചെയ്യണില്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റു വലിയ വലിയ മതസംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഫണ്ടിൽ നിന്ന് ചെയ്യണം. അല്ലെങ്കിൽ MLA ഫണ്ടോ MP ഫണ്ടോ എന്ത് ഫണ്ടാണെന്നുണ്ടെങ്കിലും ശരി. 3 കിലോമീറ്ററിൽ 2 ബാത്റൂം, പുരുഷന്മാർക്കൊന്ന് സ്ത്രീകൾക്കൊന്ന് എന്ന് പറഞ്ഞിട്ട് ബാത്റൂം വേണം. ഇതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ പുരുഷന്മാരെ ബാത്റൂമിലാണ് പോകേണ്ടത്, അല്ലാതെ സ്ത്രീകളെ ബാത്റൂമിലല്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ എഴുതി വെക്കരുത് ട്രാൻസ്ജെൻഡേഴ്സിന് വേറൊരു ബാത്റൂം എന്ന് പറഞ്ഞിട്ട്. സ്ത്രീയും പുരുഷനാണുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ പുരുഷന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പിന്നെ പ്രത്യേകിച്ചിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഹോർമോണിന്റെ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ട് ലേഡി ഡ്രസ്സിലാണ് അല്ലെങ്കിൽ ലേഡിന്റെ അവയവങ്ങളോടൊക്കെ നടക്കുന്ന ആളുകൾക്ക് കുഴപ്പമില്ല, സ്ത്രീകളിൽ പോവാം. അല്ലാതെ പുരുഷന്റെ കോലവും സ്ത്രീന്റെ മനസ്സെന്നുള്ള പറഞ്ഞിട്ട് അവർ ശരിക്കും സ്ത്രീകളെ ബാത്റൂമിൽ കയറുന്നത് അപകടമാണ്. നമ്മൾ മുമ്പ് അങ്ങനെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ് സത്യത്തിൽ. ഇത് അത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഞാൻ എൻ്റെ മുനിസിപ്പാലിറ്റിൻ്റെ ചെയർമാൻ ശ്രീ ശിവദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിലേക്ക് ഞാൻ ഈ വീഡിയോ എത്തിക്കും. അദ്ദേഹം കാണും. ഇതിനൊരു മറുപടി അദ്ദേഹത്തിൻ്റെ തന്നെ ഞാൻ എന്തായാലും വാങ്ങിക്കും. കാരണം ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ചില നമ്മുടെ പെട്രോൾ പമ്പുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് കുറച്ചും കൂടെ വ്യാപിപ്പിക്കണം പല രീതിയിൽ. ഈ പർച്ചേസിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തപ്പടി ജംഗ്ഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ പർച്ചേസിങ്ങിനൊക്കെ സ്ത്രീകൾ ഒരുപാട് ഇറങ്ങുന്നതാണ്. പെരുന്നാളും ഓണവും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. എല്ലാതെയും ഇറങ്ങുന്നുണ്ട്. അവിടെയൊക്കെ വന്നിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പല കടകളിലും. അപ്പോൾ ചില കടകളിലൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അങ്ങനെ നമ്മളിങ്ങനെ പുറത്ത് എല്ലാ കടയിലും കയറി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പൊതുവായിട്ടുള്ളൊരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന്റെ ഒരു ബാത്റൂം ഉണ്ടാവണം. അതിനുണ്ടെങ്കിലേ അവർക്ക് സ്വസ്ഥമായിട്ട് പോയിട്ട് ധൈര്യമായിട്ട് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, ഒരു ജ്യൂസ് കഴിക്കാൻ പറ്റുള്ളൂ. വെള്ളം ഈ മൂത്രമൊഴിക്കുന്ന പ്രശ്നമുള്ളതിന്റെ പേരിൽ വെള്ളം കുടിക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ നേരിട്ട് നമ്മൾ അറിവിൽ തന്നെ. അപ്പോൾ അതൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊക്കെ പരിഗണിക്കേണ്ട കാര്യമാണ്. അവരൊക്കെ മനുഷ്യരാണ്. ഈ പറഞ്ഞ പോലെ ഈ വെള്ളം കുടിക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ചിലവാണ്. അതിന് ഒരുപാട് വേദന സഹിക്കണം, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും എത്തിക്കാതിരിക്കാൻ ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ അപ്ഡേഷനും അതുപോലെ തന്നെ ടെക്നോളജിയൊക്കെ സാങ്കേതികമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര വളർന്നിട്ടുണ്ട്. സാക്ഷരതയിൽ നമ്മൾ വളർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ മാനസിക പരിഗണന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. ഇത് ശരിക്കും അധികാരികൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവരെടുക്കണം. അവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ബാത്റൂം കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ ഇന്ത്യന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നമുക്ക് എല്ലാവർക്കും നന്ദി.